ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. അയ്യോ ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. Capturing the revival point. ഈ നേരത്താരാ പടക്കം പൊട്ടിക്കുന്നത്? വിഷു കഴിഞ്ഞില്ലേ? പടക്കം ദീപാവലി ആയിട്ടല്ലേ? നമ്മളാരാ വെടിവെച്ചതാ? പിടിക്കവനെ. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജേട്ട. ആർക്കും എന്നെ തടുക്കാനാവില്ല. A few moments later. എന്ത് പറ്റി വരാൻ ചേട്ടാ? ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിർത്തി മാറി കയറി ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. ഈ കോമാണ്ടോത്തിന് കാലൂത്തെന്തിലും മുട്ടിലെന്തിലും അയ്യോ എന്റെ പൊന്നാപ്പ, ആരെങ്കിലും ഓടി വരണേ. എല്ലാം ഞാൻ നേരിടാൻ പോവാ. ആൾക്കാർ ഇത്രയും ഉണ്ട് അവിടെ. എല്ലാരും ഇടിച്ചേറി എങ്ങോട്ടാ? നീ ആരടിപ്പില്ലേ? നീ എന്തോ ചാകരമായിരിക്കാം. ഇതൊക്കെ എന്ത്? എക്യുപ്മെന്റ്സ് എല്ലാം റെഡി. സാധനങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളാം. അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് സുഖമല്ലേ? എത്ര സ്പീഡ് വേണേലും പോവാം. പിച്ചക്കാരെല്ലാം ടാറ്റ. നിനക്ക് തെറ്റിയടേ. ഇനി അവന്മാരെ വിളിച്ചു പറയാം എനിക്കുള്ള കുഴി തോണ്ട. എന്നാൽ രണ്ടിലെ നിറഞ്ഞു തന്നെ ബാക്കി കാര്യം. ഒരു ട്വിസ്റ്റ് ഉണ്ട്. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാൾ കൊത്തൂണോ? കൊത്തും. കൊത്തുവായിരിക്കുമല്ലേ? അത് തന്നെ നല്ല ഗുമ്മു സ്ഥലം. ഇനിയും പഠിച്ചില്ലേ? ഇനിയെങ്കിലും ഒന്ന് കൊള്ളിക്ക ചേട്ടായി. ഇന്നത്തോളം അവന്മാരുടെ അവസാനമാണ്. ഒരു മിനിറ്റ്. ഒന്ന് മിണ്ടാതിരിക്കോ? എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ ഇത്. നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതെ അതെ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. പോരെ സൈമ, കുറച്ചുകൂടെ വേണം. പിടിച്ചോ. ഇനി പരിസരത്തെക്കാനും കണ്ടുപോയി എറിഞ്ഞു കൊന്നോളിങ്ങ. ഇതിനൊരു അന്ത്യമില്ലേ? ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? കൃഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ. ഞാനൊന്ന് കാണിച്ചത്. ശരിക്കും അലർട്ടായിരിക്കണം. ഓടിക്കോ.